തണലോരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളറട മുതൽ പാറശാല വരെ ലഹരി ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും മുതലായവ നടത്തുന്നു എന്ന് പറയുന്നതിലും വളരെയധികം സന്തോഷം. കേരളം ഒരു വലിയ ലക്ഷ്യം, കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു മൂവ്മെൻറ്റിന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ അതിൽ നിന്നൊക്കെ പലപ്പോഴും അതും അതല്ലാതെയുമെല്ലാം നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന അക്രമങ്ങളുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും ഉള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഗവൺമെൻറ്റും ഗവൺമെൻറ് ഇതര സംഘടനകളും മതപ്രസ്ഥാനങ്ങളും എല്ലാവരോടും കൂടി മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ്. ഈ കൂട്ടായ്മയുടെ സമയത്താണ് ഇത്തരത്തിലുള്ള തണലോരത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധത കാണിക്കുന്ന രീതിയിൽ വിവിധ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഏജൻസിയെ ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ബോധവൽക്കരണ റാലി നടക്കുന്നു. കേരളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രോആക്റ്റീവായിട്ട് ഡ്രഗ്സിനെതിരെ പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ കേരളത്തിൽ ഡ്രഗ്സിൻ്റെ അളവ് കൂടുന്നതെന്ന് പറയുമ്പം അത് പ്രധാനമായിട്ടും പത്രക്കാരും മറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസും എക്സൈസും പിടിക്കുന്ന കേസുകളുടെ കണക്ക് വെച്ചിട്ടാണ്. അത് വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു പോലീസ് സംവിധാനം ഉണ്ടപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കേരളത്തിൽ വരുന്ന മയക്കുമരുന്നിൽ ഒരുപാട് കേസുകൾ ഓരോ വർഷവും ഇപ്പം 27,000 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് 2021 എത്തുമ്പോൾ വെറും 9,000. വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഇനിയും വളരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഒരാൾ പോലും ഒരു തരി പോലും മയക്കുമരുന്നിൻ്റെ ലഭ്യത നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയാക്കിയിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടതാണ്. എന്നാലും നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതിനോടുള്ള ആസക്തി എന്തുകൊണ്ട് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതോട് എല്ലാവരും പരിഗണിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നമ്മുടെ യങ്സ്റ്റേഴ്സ് കുട്ടികളുടെ ഇടയിൽ കാണുന്നത് പഠിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ തളർന്നു ഉറങ്ങേണ്ടുന്ന സമയത്ത് എങ്ങനെ മറ്റൊരു ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നു എന്നുള്ളത് സമൂഹം ഉണർന്നിരിക്കുകയാണ്. അത് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും സമൂഹത്തിലെല്ലാവരും തന്നെ പരിഗണിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഉണ്ടാവണമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്കൊപ്പം തന്നെ മറ്റുള്ള സമൂഹവും കൂടെ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവൂ. ആ ഒരു ചിന്ത വീടിൻ്റെ അകത്ത്, സ്കൂളിൻ്റെ അകത്ത്, സമൂഹത്തിലൊക്കെ ലഹരിക്കെതിരെ വലിയൊരു പടയൊരുക്കം നമ്മൾ നടത്തുമ്പോൾ മാത്രമേ, വലിയൊരു ചെറുത്തുനിൽപ്പ് നമ്മൾ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരിൽ നിന്നും അതിൽ നിന്നും മാറി നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് വെറും ഒരു സർക്കാർ പ്രസ്ഥാനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ തണലോരം സ്വമേധയാ മുൻകൈ എടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതൊരു നമ്മുടെ ഒരു തലമുറയെ സമൂഹത്തിൻ്റെ ഈ വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ യങ് എനർജി കുറേ കൂടി ക്രിയേറ്റീവായി പഠനത്തിലും സംഗീതത്തിലും അതുപോലെ നാടകത്തിലും കലയിലും സ്പോർട്സിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ ആരോഗ്യമുള്ളവരെ, ശാരീരിക മാനസിക ആരോഗ്യമുള്ളവരാക്കി മാറ്റുക. അതിൽ കുറേ പേരെങ്കിലും ഒരുപക്ഷെ നമ്മളെ രാജ്യത്തിനും നമ്മളെ സംസ്ഥാനത്തിന് അഭിമാനിക്കുമാറ് വലിയ ഉയർന്ന രീതിയിലേക്ക് എത്താനോ ഒരവസരമുണ്ട്. വെറും വേണ്ട എന്ന് പറയുന്നതിനൊപ്പം ചിലത് വേണമെന്നും കൂടി നമ്മൾ പറയാൻ പഠിക്കണം. അതായത് യെസ് ടു സംതിങ് പറയണം. അതിലൊന്നാണ് യെസ് ടു ലൈഫ്, യെസ് ടു സ്റ്റഡി, യെസ് ടു സ്പോർട്സ്, യെസ് ടു ആർട്സ്, യെസ് ടു മ്യൂസിക് എന്നിങ്ങനെ വിവിധങ്ങളായിരിക്കും. യെസ് ടു സോഷ്യൽ വർക്ക്, ഇങ്ങനെയുള്ള വിവിധങ്ങളായ മേഖലയിലേക്ക് നമ്മുടെ യൂത്ത് എനർജിയെ മറ്റൊന്നാണ് ഏറ്റവും ഉചിതമായ. അതിന് നമ്മൾ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുക. വെറും പ്രസംഗത്തിൽ ഒതുങ്ങാതെ പ്രസംഗത്തോടൊപ്പം തന്നെ പ്രവൃത്തിയും കൂടി കാണിച്ചുകൊണ്ട് മാതൃകയായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചെയ്യുന്നു.